കളി അന്യായ പടം പൈസ അതായത് മങ്കാത്ത സിനിമയ്ക്ക് ഒരു അന്യായ കോമ്പറ്റീഷൻ കിട്ടും ഈ പടത്തിൽ. ചില സീനുകളൊക്കെ മങ്കാത്ത ആ ഒരു ഫീൽ കിട്ടും, മങ്കാത്ത ഒന്നുമല്ലെന്നൊരു ഫീൽ കിട്ടും. ആകപ്പാടെ ആ ഒരു ഇത് വരാത്ത യുവൻ ശങ്കർ രാജയുടെ BGM ലെവൽ മാത്രം ഇല്ലെന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം എൻ്റെ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ അയ്യോ തീർന്നല്ലോ തീർന്നല്ലോ എന്നൊരു സങ്കടമുണ്ട്. അത്രയ്ക്ക് അപ്പോ ഇത്രയും വർഷം അടക്കിരുന്ന എൻ്റെ ആ ഒരു ഫാനിസ് ഇന്നാണ് പുറത്ത് വന്നത്. അത്രയ്ക്കും ഹെവി ചില സീനുകളൊക്കെ ബാക്കി ഫാൻസുകാർക്ക് ഇഷ്ടപ്പെടുകയില്ല, അവർക്ക് ഫ്രസ്ട്രേഷൻ പിടിക്കുകയും ചെയ്യും. വിജയ് പടത്തിന് ഇങ്ങനെ ഇത് ഇത്രയും ലെവലൊന്നും കിട്ടത്തില്ല. വിജയ്ക്ക് അവസാനം ഈ ഒരു ലെവലിൽ കിട്ടിയത് മാസ്റ്റർ ആയിരിക്കും എൻ്റെ രൂപം വെച്ച്. ലിയോ സെക്കൻഡ് ഹാഫ് ഒക്കെ ഇച്ചിരി ഇതായിരുന്നു, ഫസ്റ്റ് ഹാഫ് മാത്രം കൊള്ളായിരുന്നു. പക്ഷെ ഈ എന്റർടൈൻമെന്റ് ലെവലൊക്കെ ഒന്നും വരൂല, അത് ഉറപ്പ്. മാർക്ക് ആന്റണിക്ക് കിട്ടിയ ആ ഒരു ഡബിൾ ഡോസ് കിട്ടും ഈ പടത്തിൽ. ചില സീനുകളൊക്കെ ഉണ്ട്, ചില ഇന്റർനാഷണൽ ക്യാമിയൊക്കെ ഉണ്ട്, അത് പറഞ്ഞാൽ ശരിയാവില്ല. അതൊക്കെ തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കാം. തിയേറ്റർ കത്തിച്ച് വിട്ട്. GV പ്രകാശ് മ്യൂസിക് ഹെവി തന്നെ, പക്ഷെ യുവൻ ശങ്കർ രാജയുടെ മങ്കാത്ത വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാത്രം ഇച്ചിരി കുറവാണ്. ഈ പടത്തിൽ അങ്ങനെ കുറവെന്ന് പറയൊന്നുമില്ല. നമ്മൾ ലോജിക്കൊക്കെ മാറ്റി ഒരു സിനിമ എന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ 100% എന്റർടൈൻമെന്റ് പടം എഴുതുക, പൈസ വസൂലി. ഈ പടത്തിന് നെഗറ്റീവ് അടിക്കണവരാണ് എന്തൊരു പറയാ, അവര് എന്തൊരു പറയാ, അവർക്ക് കുറ്റം പറഞ്ഞ, അതായത് പട്ടികൾ കുരക്കത്തേ ഉള്ളൂ. പക്ഷെ രാജാവ് തന്നെ, അത്ര തന്നെ, അത്രേ പറയുള്ളൂ. പടം അന്യായ 10. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരെ നല്ല വെയിറ്റിംഗ്. പടം കണ്ടു കഴിഞ്ഞത് അയ്യോ തീർന്നല്ലെന്നൊരു സങ്കടം തന്നെ ഉണ്ട്. ഫാൻ ബോയ്, ഇത് അൾട്ടിമേറ്റ് ഫാൻ ബോയ് പടം. ഫാൻ ബോയ് എന്നൊക്കെ പറഞ്ഞ് നല്ല കുറയും. ഇത് അൾട്ടിമേറ്റ് ലെവൽ ഫാൻ ബോയ് പടമാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇതിന്റെ ഒരു പ്രീക്വലായിട്ട് വരണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഈ ഒരു പടത്തോട് കൂടി കേരളത്താ എല്ലായിടത്തും കൂടും. ഇതൊക്കെ എന്തൊരു ചോദ്യം. അതിന് ഫാൻ ബേസ് ഒക്കെ സത്യം പറഞ്ഞാൽ കേരളത്തുണ്ട്. പക്ഷെ ഇത്രയും വർഷങ്ങളായിട്ട് അണഞ്ഞിരിക്കും. എന്നെ പോലത്തെ ആളുകളൊക്കെ നല്ല അണഞ്ഞിരിക്കുകയായിരുന്നു. നല്ലൊരു പടം വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നമ്മള്. ഇപ്പോഴാണ് ഒരു പടം വന്നത്. ഇനി നമ്മൾ നെഞ്ചു വിരിച്ച് നടക്കാം ധൈര്യത്തോടെ. നല്ല പടം ആകുമ്പോൾ ഇതിന്റെ ഫ്ലാഷ് ബാക്ക് സീൻസ് ഒരു നല്ലൊരു പ്രീക്വലായിട്ട് എടുത്തെങ്കിൽ അടിപൊളിയായി. സെക്കൻഡ് പാർട്ട് ഇതേ ഡയറക്ടർ തന്നെയാണ് കേൾക്കണത്. വന്നാൽ കൊള്ളായിരുന്നു. ഇത് സെക്കൻഡ് പാർട്ട് തന്നെ വരണം പ്രീക്വലായിട്ട്. എനിക്ക് വിടാൻ വെച്ച് 100% സാറ്റിസ്ഫൈ ആണ്. പക്ഷെ അതൊരു അച്ഛ പടമായിട്ട് ഒരിക്കലും കാണാനേ പറ്റത്തില്ല. ഒരു ഇംഗ്ലീഷ് പടം കണ്ട ഫീലേ വരത്തുള്ളൂ. അതിൽ അഭിനയിച്ച ആൾ അജിത്താണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ഒരു ഇന്റർനാഷണൽ പടമാണ്, നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പടമായിരുന്നു. പക്ഷെ ഇവിടുത്തെ ആളുകൾ അത് ഇറ്റാക്കാത്ത എന്തിനാ എനിക്കറിയത്തില്ല. നല്ല പടം മനസ്സിലാക്കാനുള്ള ബോധമില്ലല്ലേ ഇവിടെ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചില സമയത്ത് ഒരു ബോധമില്ല, ചില സമയത്ത് ഭയങ്കര ബോധമായിരിക്കും. അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഒരു നല്ല പടം ഹിറ്റാണെങ്കിൽ ഒരു മിനിമം ഹൈപ്പ് എന്നൊരു സാധനം വേണം. അതില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. വിടാമരിച്ച പടത്തിന് ഇവിടെ വലിയ ഹൈപ്പ് ഇല്ലായിരുന്നു, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അണഞ്ഞു പോയത്. അങ്ങനെ വരാൻ ചാൻസ് ഉള്ളൂ. നല്ല പടമാണ്, പക്ഷെ ഇവിടെ ഹൈപ്പ് ഇല്ലാത്തതുകൊണ്ട് അതങ്ങ് അണഞ്ഞു പോയി. എല്ലാവരും OTT കാണാൻ വേണ്ടി തീരുമാനിച്ച് അങ്ങനെ നിൽക്കരുത്. തമിഴന്മാർക്കൊന്നും ആ പടം ഇഷ്ടപ്പെട്ടില്ല. അവന്മാർക്ക് അവിടുത്തെ ഫാൻസർക്ക് പോലും ഈ പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് കേട്ടത്. കാരണം അജിത്ത് അത് നല്ല വൃത്തിക്ക് അടിയും കൊണ്ട് ഒരുമാതിരി മൊണ്ണയെ പോലെയായിരുന്നു ആ ക്യാരക്ടർ. അങ്ങനെയായിരുന്നു. അതായത് റിയൽ ലൈഫിൽ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ വില്ലന്മാരത്തൊക്കെ ഇടപെടാൻ പോയാൽ അവന്മാർ കവാലടിച്ച് പൊട്ടി തരിക, അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അതായത് പക്ക റിയലിസ്റ്റിക് ആയിരുന്നു വിടാമരിച്ച് പടത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ലേ, ഇത് പക്ക കമേഴ്ഷ്യലായിട്ട് എടുത്തിട്ടുണ്ട്. പക്ക ആ മാർക്ക് ആന്റണി പടത്തിൽ കിട്ടിയ ആ ഒരു ഫണ്ണ് എന്റർടൈൻമെന്റ് എല്ലാം സൂപ്പറായിട്ട് ഇതിൽ കിട്ടിയിട്ടുണ്ട്. 10 കുറഞ്ഞു, നമുക്ക് 10-20 തന്നെ കൊടുക്കുക. ശരിക്കും അത് പടം കാണുന്നവർക്ക് മനസ്സിലായി. ചില റെഫറൻസ് ഒക്കെ തിയേറ്റർ കത്തിച്ച് കളഞ്ഞു. അമ്പോ കീറി വിളിച്ച് കത്തിച്ച് കളയും. അമ്മാതൊരു ലെവല് പടമായിരുന്നു. ഇതൊക്കെ OTT ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു മൈരും കിട്ടത്തില്ല. ഒന്നും കിട്ടത്തില്ല. ആ ഒരു ഫീലേ വരും. തിയേറ്റർ എക്സ്പീരിയൻസ് ആ ഓഡിയൻസിന്റെ ആംബിയൻസോടെ ഇരുന്ന് കാണണം പടം, എന്നാലേ ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. അമ്പോ ശരിക്കും അന്യായ പടം. ഇനി ഇതുപോലത്തെ പടങ്ങൾ അജിത്ത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇത് ഫാൻസ് ഹാപ്പി, ന്യൂട്രൽസ് ഹാപ്പി, ഹേറ്റേഴ്സ് കരയും, അത്ര തന്നെ.